നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഗൗരിയുടെ മരണത്തിന് പിന്നിലെ യഥാർത്ഥ കുറ്റവാളി ഇവിടെ ഈ വീട്ടിൽ ഇത്രയും നാളായി ആരാലും തിരിച്ചറിയപ്പെടാതെ രക്ഷപ്പെട്ട് കഴിയുകയായിരുന്നു. അന്ന് ആ കൊലപാതകത്തിന് ഒത്താശ ചെയ്തു കൊടുത്ത കൂട്ടുപ്രതിയാണ് ഇയാൾ. ഇയാള് പറയും ആരാണ് മാസ്റ്റർ പ്ലാൻ എന്ന്. പറയടാ. അതെ സർ. ആരാ അത്? പറയാൻ അയ്യോ സാർ, ഞാനല്ല. അതെ സർ. അവിടെ സർ. ഞാനല്ല സർ. ഞാനല്ല സർ. സർ, ഞാനല്ല. അതെ സർ, ഇവര് തന്നെയാണ്. നാഥുനെ, ഞാനല്ല. മോളെ. മതി മതി, നമുക്ക് പോവാം. ഇവരെ പുറത്തിറക്കി നിർത്ത്. ലേഡി ഓഫീസർ ഇപ്പൊ വരും. ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പ്രതിയെ വിലങ്ങ് വെച്ചാൽ മതി. ശരി സാർ. ഓക്കെ, വരൂ വന്നേ. ഒരിക്കലും തെളിയാതെ പോകുമായിരുന്ന ഒരു കേസായിരുന്നു ഇത്. അത് തെളിയിച്ചത് ഗംഗയാണ്. ശരി മഹി, ഞാൻ ഇറങ്ങട്ടെ. മഹിയേട്ടാ, ചെയ്ത തെറ്റിനെല്ലാം എന്തെങ്കിലും അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുന്നത് ഇതാണ്. ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ആന്റി ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാനും ഇതൊന്നും ഒരിക്കലും അറിഞ്ഞിരുന്നില്ല മഹി. എത്രയും പെട്ടെന്ന് ഭട്ടത്തിരിയുടെ അടുത്തെത്തണം. ബാക്കി കർമ്മങ്ങൾ ചെയ്യാനുണ്ട്. ഗൗരി വല്ലാത്ത അവസ്ഥയിലാണ്. നമ്മുടെ ഹോമങ്ങൾക്കോ മന്ത്രജപത്തിനോ ഗൗരിയെ രക്ഷിക്കാനാവില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും തിരുമേനി? ഇനി ഒരു വഴിയേ ഉള്ളൂ. എന്താ അത്? ഉൾവനത്തിലെ നാഗത്തറയിലെത്തി അവിടെ നിന്ന് നാഗമാണിക്യം കൊണ്ടുവരണം. അതിന്റെ സാന്നിധ്യത്തിൽ ഹോമം ചെയ്താൽ ഗൗരിയെ രക്ഷിക്കാൻ സാധിക്കും. എനിക്കമ്മയെ കാണണം. എനിക്കെന്റെ അമ്മയെ കാണാൻ പറ്റാത്ത. ഞാൻ എത്ര നാളായി അമ്മയെന്ന് കണ്ടിട്ട്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് കാണാൻ പറ്റാത്തത്? ഇതെന്താ? നിനക്കെന്താ പറ്റിയ? എന്തിനാ നീ കരയുന്നേ? കാവില് വെച്ച്. എങ്കി പറ, ആരോടെ ഗംഗ സംസാരിച്ചത്? അത് മോളെ, ഞാൻ സംസാരിച്ചത് മോളുടെ അമ്മയോടാ. എന്റെ അമ്മയോടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.